എല്ലാ മേൽനോട്ടും ഇതിൻ്റെ എസ്റ്റിമേറ്റും കാര്യങ്ങളും വർക്കും കാര്യങ്ങളൊക്കെ അവിടുത്തെ കൊങ്കൺ റെയിൽവേ അധികൃതരാണ്. ഈ ദുരന്തം ഉണ്ടായി പൊതുമരാമത്ത് വകുപ്പിന് എന്താ വെച്ചാൽ, ഇത് ഞാൻ ഒരു നാട്ടുകാരനും വയനാട്ടിൽ നിരന്തരമായി പോകുന്ന ഒരാളായതുകൊണ്ട് ഞാൻ ഈ വർക്കിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ മീറ്റിംഗ് ജൂൺ 10 വിളിച്ചു കൂട്ടിയത്. ആ മീറ്റിങ്ങിലാണ് അവിടെ സൈറ്റ് പോയിട്ട് ഞാൻ പറഞ്ഞതാണ്, അന്ന് ഈ മണ്ണുകളിങ്ങനെ കൂട്ടിയിട്ടുണ്ട്, അതൊക്കെ എന്തെങ്കിലും സംഭവിച്ചാൽ മഴ പെയ്താൽ വയനാടാണ്, അതൊക്കെ താഴോട്ട് വന്നാൽ താഴത്തുള്ള വീട്ടുകാർക്ക് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാവും, എന്തെങ്കിലും ദുരന്തം ഉണ്ടാവും. അതുകൊണ്ട് PWD സെക്രട്ടറിയെയും ഉദ്യോഗസ്ഥന്മാരെ അങ്ങോട്ട് പറഞ്ഞയച്ചു. അവിടെ വയനാട് കളക്ടർ കോഴിക്കോട് കളക്ടറൊക്കെ കൂടിയിട്ട് അവിടെ ഇതിൻ്റെ അപകടാവസ്ഥ മനസ്സിലാക്കി ആ മണ്ണ് ഒന്നുകിൽ നീക്കം ചെയ്യണം അല്ലെങ്കിൽ അത് പ്രൊട്ടക്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. അത് മാത്രമല്ല മഴ പെയ്യുന്ന സമയത്ത് അവിടെ വർക്ക് നടത്താനും പാടില്ല നിർദ്ദേശം കൊടുത്തു. അത് 25-ാം തീയതി സൈറ്റ് പോയി 1-ാം തീയതി വീണ്ടും അവലോകനം ചെയ്തു. ഇപ്പം വന്നിട്ടുള്ള പ്രശ്നങ്ങൾ ഇവർ പറയുന്നത് അവരെ പിന്നെ കുറ്റം കൊണ്ടല്ല എന്നാണ് പറയുന്നത്. അതല്ല, അവിടെ ആദ്യം മണ്ണെടുത്ത സ്ഥലത്തില്ല പ്രൊട്ടക്ഷൻ ശരിയായില്ല. ഏതായാലും ഒരു വിദഗ്ധ സമിതിയെ വെക്കുന്നുണ്ട്. ഞാൻ ഇന്ന് വൈകുന്നേരം അവിടെ സൈറ്റിൽ ഞങ്ങളെല്ലാവരും പോകുന്നുണ്ട്. എന്താണ് സംഭവിച്ചെന്നത് നല്ലൊരു വിദഗ്ധ ഒരു പഠനം നടത്തുന്നുണ്ട്. ഇത് ഇനിയും ഇത് ആവർത്തിക്കാതിരിക്കണമല്ലോ ഒരു പ്രവൃത്തി. ഈ തുരങ്കപാതക്ക് ഒന്നാമത് ഇതിന് ക്ലിയറൻസ് കൊടുത്തത് കേന്ദ്ര പരിസ്ഥിതി വകുപ്പാണ്. ഇതിന് ഒരുപാട് വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങളൊന്നും ഇപ്പം ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളല്ല. ഏതായാലും അവിടെ പോയിട്ട് കാര്യങ്ങൾ പരിശോധിച്ച് പഠിച്ചതിന് ശേഷം നിങ്ങളോട് ഞാൻ നാളെ കാര്യങ്ങളൊക്കെ അപ്പോൾ ഒരു വിദഗ്ധ സമിതിയെ നിയോഗിക്കും. അതിൽ അംഗങ്ങൾ എപ്പോൾ അവർ ഈ ഇൻസ്പെക്ഷൻ തുടങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊന്നും തീരുമാനം പോയിട്ടില്ലല്ലോ. മന്ത്രിസഭാ യോഗത്തിന് ശേഷമായിരിക്കും. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്ന് ക്യാബിനറ്റ് കഴിഞ്ഞിട്ട് വയനാട്ടിലേക്ക് പോകുന്നുണ്ട്. അതിൻ്റെ എല്ലാ ദുരന്ത നിവാരണത്തിൻ്റെ എല്ലാ ചുമതല ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ഉണ്ട്. അവിടെ റവന്യൂ മന്ത്രി ഉണ്ട്. അവിടുത്തെ സ്ഥലം MLA വയനാടിൻ്റെ ചാർജുള്ള ബഹുമാന T സിദ്ദീഖ് മന്ത്രി അവിടെ ഉണ്ട്. ഇന്ന് മുഖ്യമന്ത്രി വന്നിട്ട് ആ ഭാഗ കാര്യങ്ങളെ സംബന്ധിച്ച് വിശദമായി കാര്യങ്ങളൊക്കെ നിങ്ങളോട് സംസാരിക്കും. ഒറ്റ നോട്ടത്തിൽ മിനിസ്റ്റർ ഇപ്പോൾ ആ കൂട്ടിയിട്ട മണ്ണ് നീക്കാത്തത് ആ കമ്പനിയുടെ ഭാഗത്തുനിന്നുണ്ടായ അനാസ്ഥയും വീഴ്ചയുമാണ്. അതിനപ്പുറത്തേക്ക് ആ കോൺക്രീറ്റ് ഭിത്തി നിർമ്മാണത്തിൽ എന്തെങ്കിലും പാളിച്ചയും വീഴ്ചയും ഉണ്ടായ ഒരു അതിൽ പ്രാഥമികമായി പറയുന്നത് അതിന് ചെറിയ അപാകത ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ പ്രാഥമികമായി വന്നിട്ടുള്ള ഒരു റിപ്പോർട്ട്. അപ്പം അതുകൂടെ എല്ലാം പരിശോധിക്കണം. അതാണ് ഇതിൽ പെട്ടെന്നൊരു ദുരന്തം ഉണ്ടായതാണല്ലോ. അപ്പോൾ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് ഒന്ന് പരിശോധിക്കണം. അപ്പോൾ ബന്ധപ്പെട്ട ഒരു എഞ്ചിനീയറിംഗ് വിഭാഗത്തെയും നമ്മൾ അങ്ങോട്ട് അയക്കുന്നുണ്ട്.